മാസ്റ്റേഴ്സ് വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ തോന്നുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഒന്ന് പരിശോധിക്കാം. If the sum of the first 20 terms of an arithmetic sequence is 650, then first question A, what is the sum of the first term and 20th term? Second question, what is the sum of the 5th term and 16th term? See, if its 10th term is 31, what is its 11th term? D, what is its common difference? ഈ ചോദ്യത്തിൽ 20 ടേംസിന്റെ സമ്മിൽ നിന്ന് ഫസ്റ്റ് ടേമിന്റെയും 20th ടേമിന്റെയും സം എന്താണെന്ന് കണ്ടെത്തണം. ഇതിന് വളരെ എളുപ്പം ചെയ്യാവുന്നത് ഈ നമ്പർ ഓഫ് ടേംസിന്റെ ഹാഫ് കൊണ്ട് ഈ 650യെ ഡിവൈഡ് ചെയ്താൽ മതിയാവും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 65 ആണ്. സോ ദ ആൻസർ ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 65. അതായത് 650യെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സംഖ്യകൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഈ 20യുടെ ഹാഫായ 10 is equal to 65, or it can be written as 20/2 into 600. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദി സം ഓഫ് ദ 5th ടേം ആൻഡ് 16th ടേം? ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേമും 20th ടേമും തമ്മിലുള്ള അതിന്റെ പൊസിഷന്റെ സം 21 ആണ്. ഇവിടെയും അതേ 21 ആണ് പൊസിഷന്റെ ടേം. അങ്ങനെയാണെങ്കിൽ ഈ 2 സമ്മും സെയിം തന്നെ ആയിരിക്കുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ ദി ആൻസർ ഓഫ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർ ഓഫ് ദ ഫസ്റ്റ് ഇറ്റ് സെൽഫ്. അതായത് 65 തന്നെയാണ്. ബിക്കോസ് സം ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദീസ് 2 pairs are same. ഇനിയും if its 10th term is 31, what is it 11th term? ഇവിടെ 10th എന്ന പൊസിഷനും അതായത് 10ഉം 11ഉം അതിൻ്റെയും സമ്മ് ഈ പറയുന്ന മുകളിൽ പറഞ്ഞ സെയിം സം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ടേമിന്റെ സമ്മ് 65 തന്നെയാണ്. അങ്ങനെ 65 തന്നെയാണെങ്കിൽ അതിലൊരെണ്ണം 31 ആണ്. സോ ദ അതർ ഈസ് 65 മൈനസ് 31 is equal to 34. 34. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് എന്നാണ്. കോമൺ ഡിഫറൻസ് എന്ത്? ഇവിടെ 10th ടേം 31 ആണ്. തൊട്ടടുത്ത ടേമാണ് 11th ടേം, അത് 34 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് 34 മൈനസ് 31. ഇനിയും കുറെ കൂടെ അകന്ന 2 ടേം ആണെങ്കിൽ ഇതിൽ നിന്നാണ് കാണുന്നതെങ്കിൽ 5th ടേമിൽ നിന്ന് 16th ടേമിലേക്ക് 11D ഉണ്ട്. അപ്പോ ഇതേ രൂപത്തിലാണ് 2 ടേമിൽ ഒരെണ്ണം തന്നതെങ്കിൽ നമുക്ക് ഡിക്ക് കോഎഫിഷ്യന്റ് വരും. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. സോ ദി ആൻസർ ഈസ് 3 അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇനി ഇതിൽ നിന്ന് ഫസ്റ്റ് ടൈം ചോദിച്ചാൽ അത് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ്, ഇതിന്റെ റിവേഴ്സിലായിട്ട് ഈ ചോദ്യം ചോദിക്കാം ഒരു പക്ഷെ. എന്താണ്? ഫസ്റ്റ് ടേമിന്റെയും 20th ടേമിന്റെയും സമ്മ് 65 എന്ന് തന്ന ശേഷം
ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ചോദിച്ചാൽ നമുക്ക് ഇതിനെ 10 കൊണ്ട് ഇൻഡു ചെയ്താൽ, അതായത് 20/2 കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് കിട്ടുന്നു. ഇവിടുത്തെ ഏത് സമ്മിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് കാണാൻ പറ്റും. ഇനിയും ഇതേപോലെ ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു ചോദ്യമാണ്, if the sum of the first 11 terms of an arithmetic sequence is 99, then what is its sixth term? ഇവിടെ 11 എന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മിൽ നിന്ന് അതിന്റെ മിഡിൽ ടേം 11 ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ടേം 11+1 ആയ 12ന്റെ പകുതി, അതായത് ഹാഫ്, സിക്സ്ത് ടേം. അപ്പോ ഈ പൊസിഷനായ 6 ഇതിനേക്കാൾ 1 കൂടുതലിന്റെ പകുതിയാണ്. സോ 11 കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്താൽ ഈ സിക്സ്ത് ടേം ലഭിക്കും. ഇതെല്ലാം ആൻസർ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോ 99 ഡിവൈഡഡ് ബൈ 11 ആണ് ഇതിനകത്ത് മിഡിൽ ടേം ആയ സിക്സ്ത് ടേം. സിക്സ്ത് ടേമിന്റെ ആൻസർ 99/11 which is equal to 9. സിക്സ്ത് ടേം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടേം ആൻഡ് 11th ടേം എന്നാണ്. ഫസ്റ്റ് ടേമിന് 11th ടേമിന്റെ സം, അതൊരു പെയറാണ്. അതിന്റെ ആ ഒരു പെയർ, ഇത് സെൻട്രൽ ഒരെണ്ണേ, മിഡിൽ ഒരെണ്ണേ ഉള്ളൂ, അതിന്റെ ഡബിൾ ആയിരിക്കുമെന്ന ഒരു അറിവ് ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് 2 ഇൻറ്റു ഈ പറയുന്ന സിക്സ്ത് ടേം, അതിന്റെ മിഡിലുള്ള ടേമിന്റെ ഡബിൾ ആയിരിക്കും. സോ 2 ഇൻറ്റു 9 which is equal to 18. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനിയും ഇതേ ചോദ്യത്തെ ഒന്ന് റിവേഴ്സ് ചെയ്ത് ഉള്ള ചോദ്യമാണ്. അതായത് സമ്മ് തരുന്നതിന് പകരം അതിന്റെ മിഡിൽ ടേം തരുന്നു, അതിൽ നിന്ന് സമ്മിലേക്ക് പോകുന്നു. If the 24th term of an arithmetic sequence is 100, then what is the sum of the first 47 terms? ഈ നമ്പേഴ്സിനൊക്കെ സാമ്യമുണ്ട്. അതാണ് ആ കണക്കിന്റെ പ്രത്യേകത. ഇവിടെ 24th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് 47 ടേംസിന്റെ മിഡിൽ വരുന്നു, നടുക്ക് വരുന്നതാണ്. അപ്പോ എങ്ങനെ അറിയാം? 47നേക്കാൾ 1 കൂടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നതാണ് 24. സോ ഫസ്റ്റ് 47 ടേംസിന്റെ മിഡിൽ വരുന്ന ടേമാണ്, മിഡിൽ ടേമാണ് 24th ടേം. അങ്ങനെയാണെങ്കിൽ ഈ 24ന്റെ എത്ര ടേമിന്റെ സമ്മാണോ കാണേണ്ടത്, അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന തരം സംഖ്യയാണ്. ഇറ്റ് ഈസ് 47 ഇൻറ്റു 100. അങ്ങനെ 47 ഇൻറ്റു 100 47 4700. അത് നമുക്ക് വളരെ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നത്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ്, അതാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് 7th ടേം ആൻഡ് 41st ടേം. ഈ 41st 7 ആഡ് ചെയ്താൽ 1 ആൻഡ് ഫസ്റ്റ് ടേം പ്ലസ് 40th ടേം പോലെ തന്നെയാണത്. കാരണം 1 + 47 48 ആണ്. അതേ 48 ആണ് ഇവിടെയും സമ്മായിട്ട് വരുന്നത്. സോ ഈ മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും. അതായത് മിഡിൽ ടേം ആയ 100ന്റെ ഡബിൾ ആണ് ഫസ്റ്റ് ടേമിന്റെയും 41st ടേമിന്റെയും സമ്മ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 100. ഈ ചോദ്യത്തിലെല്ലാം ഏതാണ്ട് ഈ ചോദ്യത്തിലെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സമാന സ്വഭാവമുള്ളതാണ്. ഇതേപോലൊരു ചോദ്യം ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെ ഇതേ കാര്യങ്ങൾ ചിലതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസിൽ നിന്ന് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കഴിയുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ ഈ വർഷത്തെ മോഡൽ പരീക്ഷയുടെ 8ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഏതാണ്ട് ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. ആ മോഡൽ പരീക്ഷയുടെ മോഡൽ ആൻസർ സ്ക്രിപ്റ്റ്
നമ്മുടെ വീഡിയോയിലുണ്ട്. അത് SLC എക്സാം ടിപ്സ് എന്ന് പറയുന്ന പേജിൽ ഉണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പിന്നെ മറ്റൊരു നിർദ്ദേശമാണ്, സാധാരണ മോഡൽ എക്സാമിനേഷന് ചോദിക്കുന്ന ചോദ്യവുമായി അതിനോട് അല്പമൊക്കെ ബന്ധമുള്ള ചോദ്യങ്ങൾ SSLCക്ക് വരാറുണ്ട്. അതുകൊണ്ട് മോഡൽ പരീക്ഷയ്ക്ക് ഉള്ള മോഡൽ ആൻസർ സ്ക്രിപ്റ്റ് പരിശോധിക്കുക. അപ്പോൾ അതുമായി സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം എന്ന് ചിന്തിക്കുകയും അത്തരം ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.